നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. നമ്മളിന്നോട് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസറാണ്. അപ്പോൾ ഇത് ഷവോമിയുടെ ഏറ്റവും പുതിയ പ്രോഡക്റ്റാണ്. ഇത് ഇറങ്ങിയിട്ട് കുറച്ച് നാളായി. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് പാക്ക്. അപ്പോൾ ഞാനിത് ക്രൗഡ് ഫണ്ടിങ്ങിലല്ല, അല്ലാണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ഏകദേശം ഇത് 2500 രൂപയോളം ആയി ഇതിന്. അപ്പോൾ ഇതിന് വില 3500 രൂപയാണ്. ഞാനത് ചൈനയിൽ നിന്ന് ഇറക്കാൻ വേണ്ടി അലി എക്സ്പ്രസ് വഴി വാങ്ങിക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊറോണയൊക്കെ വന്ന സിറ്റുവേഷൻ ഭയങ്കര മോശമായത്. എന്തായാലും ഷവോമി ഇത് ഇവിടെ ഇറക്കിയുണ്ട്. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എടുക്കാൻ. ഞാൻ അപ്പം തന്നെ വാങ്ങിക്കാൻ ക്രൗഡ് ഫണ്ടിങ്ങിന് എനിക്ക് കിട്ടിയില്ല. അത് കഴിഞ്ഞാണ് എനിക്ക് കിട്ടിയത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബോക്സ് കണ്ടൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈറ്റാണല്ലോ. ഓക്കെ, അപ്പോൾ ബോക്സിനകത്ത് അധികം കാര്യമായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണ് എയർ കംപ്രസർ, ഇലക്ട്രിക് എയർ കംപ്രസർ. പ്ലാസ്റ്റിക് ആണ്, എന്നാൽ അത്യാവശ്യം ഒരു വെയിറ്റൊക്കെ ഉണ്ട് അതിന്. പിന്നെ കുറച്ച് പേപ്പർ വർക്ക്, പിന്നെ ഇതിനു വേണ്ടി കുറച്ച് കേബിളുകളും, ഒരു കേബിളോ ചാർജിങ് കേബിളും, അത് ചാർജിങ് കേബിളാണ്. പിന്നെ അതിനകത്ത് പിന്നെയും ഒരു ബോക്സ് ഉണ്ട്. അത് മറ്റേ ക്യാരിയും പൗച്ചാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് ക്യാരിയും പൗച്ചാണ്. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെയോ ഉണ്ടോ നോക്കട്ടെ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് കയറുമായിരിക്കും. അപ്പോൾ ഒരു അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ക്യാരിയും പൗച്ച് നമുക്കുണ്ട്. പിന്നെ ഇത് കവറിനകത്ത്, ഓക്കെ, അത് ചാർജിങ് കേബിൾ അല്ല കേട്ടോ. അത് എന്താണ് പറയുക, ഒറ്റ സെക്കൻഡ് നോക്കട്ടെ. ഓക്കെ, ചാർജിങ് കേബിൾ തന്നെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് പിൻസ് കിട്ടിയിട്ടുണ്ട്, എക്സ്ട്രാ പിൻസ്. അതായത് നമുക്ക് കാറ്, നമ്മുടെ സൈക്കിള്, അല്ലെങ്കിൽ നമ്മുടെ ഫുട്ബോൾ എന്നിങ്ങനെ സാധനങ്ങൾ എയർ അടിക്കാൻ വേണ്ടിയുള്ള എക്സ്ട്രാ പിൻസാണത്. അപ്പോൾ ഇതാണ് സാധാരണ ഒരു മൈക്രോ USB കേബിളാണത്. ഇത്രയും കാശ് കുറഞ്ഞ സാധനത്തിൽ USB Type-C കേബിളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ സംഭവം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് നേരത്തെ റിസർച്ച് നടത്തിയത്. എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നേരത്തെ ചൈനയിൽ നിന്ന് വാങ്ങിക്കാൻ ഉദ്ദേശിച്ചത്. ഇത് നല്ല ബിൽഡ് ക്വാളിറ്റി ആണ്. ഷവോമിയുടെ ഏതൊരു പ്രോഡക്റ്റിനും പിന്നെ ബിൽഡ് ക്വാളിറ്റി, അതിൽ ഇൻ ഹാൻഡ് ഫീൽ ഭയങ്കര നല്ലതാണ്. പ്ലാസ്റ്റിക് ആണെങ്കിലും കാണാനും കൊള്ളാം, ഒറ്റ കൈപ്പിടി വരുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ബട്ടൺസൊക്കെ ശബ്ദം കേട്ടില്ല, നല്ല ടാക്ടൈലാണ്. എന്താ പറയുക, നമ്മുടെ ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചാർജിങ് പോർട്ടാണ് കേട്ടോ. ആ ബട്ടൺ നമ്മുടെ നമ്മുടെ പണ്ടത്തെ ആപ്പിളിൻ്റെ ഒക്കെ മറ്റേ മ്യൂസിക് പ്ലെയറിൻ്റെ സംഭവം പോലെ ഉണ്ട്. ഓക്കെ, ഇത് മൈക്രോ USB പോർട്ട്. പിന്നെ ഇതാണ് മേലെ. അപ്പോൾ ഇത് വലിച്ച് ഊരിക്കഴിഞ്ഞാൽ ഇത് ഓണാവും എന്നാണ് എനിക്ക് തോന്നിയത്. ഇത് ഊരി. അപ്പോൾ അത് ഊരിയപ്പോൾ കണ്ടോ, നമുക്കത് ചാർജ് ചെയ്യാനുള്ള പോർട്ടുണ്ട് അതിനകത്ത്. നമുക്ക് എയർ അടിക്കാനുള്ള, അത് ഓണായി. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് ഡിസ്പ്ലേ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ സൈക്കിൾ ചെയ്യാം. കാരണം ഇതിനകത്ത് ആയിട്ട് ഇതിനകത്ത് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എത്ര PSI ഇതിനകത്തിട്ട് അടിക്കുക എന്നുള്ളത്. പിന്നെ സത്യം പറയാൻ നമ്മുടെ വണ്ടികളിലോ നമ്മുടെ സ്കൂട്ടർ ആയാലും അതിലെല്ലാം, ഇപ്പോൾ സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ നമുക്ക്, ഓക്കെ, അത് ഫ്ലാഷ് ലൈറ്റ് ആയിരുന്നു, നമുക്ക് ഇരുട്ടത്ത് നോക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രീ ഡിറ്റർമെൻ്റ് തന്നെ അടിക്കണം എന്നൊന്നുമില്ല, നമുക്ക് തന്നെ സെറ്റ് ചെയ്തിട്ട് അടിക്കാം. കാരണം നമ്മുടെ സൈക്കിളിൻ്റെ ടയറിൽ, കാറിൻ്റെ ടയറിൽ, ഫുട്ബോളിലൊക്കെ ആയാലും എത്ര PSI എയർ അടിക്കണം എന്ന് അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതിനകത്തൊരു പ്രീ ഡിറ്റർമെൻറ്റ്, അതായത് പ്രീ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെ യൂസ് ചെയ്യണമെന്ന് ആരും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഡിജിറ്റൽ ആണ്. അപ്പം നമുക്കിതിന് ഗുണമെന്ന് വെച്ചാൽ, നമ്മളിത് ടയറിൽ കുത്തിക്കഴിഞ്ഞാൽ ആ ടയറിനകത്ത് എത്ര എയർ ഉണ്ടെന്ന് ഈ ഡിജിറ്റലിൽ ഇത് കാണിക്കുകയും ചെയ്യും. പിന്നെ ഇത് എനിക്ക് ഇഷ്ടമാണ്. ഇതിൻ്റെ നോയ്സ് ഉണ്ട് അത്യാവശ്യം നന്നായിട്ട്. പിന്നെ ഇതിനകത്തൊരു 2000 mAh ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. അത്യാവശ്യം ടയറൊക്കെ അടിക്കാം. ഞാനിപ്പോൾ എൻ്റെ കാറ് അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് മറ്റേ സൈക്കിള്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ക്ലിപ്പുകൾ ഞാൻ ഇടാം. എന്തായാലും സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. വളരെ ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ കാറിൽ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എത്ര എയർ ഉണ്ടെന്ന് കാണിക്കുന്നതാണ്. ഉണ്ടോ? അപ്പോൾ ഞാൻ സ്കൂട്ടറിൻ്റെ ടയറിൽ കുത്തി. അപ്പോൾ എൻ്റെ സ്കൂട്ടറിൻ്റെ ടയറിൽ 32 PSI ഉണ്ട്. ഇതെൻ്റെ സൈക്കിളിലെ ടയർ ചാർജ് ചെയ്യുന്നതാണത്. അപ്പോൾ എൻ്റെ സൈക്കിളിൽ ഒട്ടും എയർ ഉണ്ടായിരുന്നില്ല ആക്ച്വലി. വളരെ നന്നായിട്ട് തന്നെ ചാർജ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം, വളരെ സൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്കത് വ്യക്തമായി കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്നാലും നിങ്ങൾക്ക് കാണാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാണ് ആ പിന്ന്, ഫുട്ബോളിൻ്റെ പിന്ന്. അപ്പോൾ നമുക്ക് ആ ഫുട്ബോളിൻ്റെ പിന്ന് വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നമുക്കിത് കുത്തിക്കഴിഞ്ഞാൽ നോക്കും. അപ്പോൾ ഞാൻ കുത്തുമ്പോൾ പുതിയ ഫുട്ബോളാണ്, ഞാൻ ജസ്റ്റ് വാങ്ങിച്ചുള്ളൂ നമ്മുടെ എറണാകുളത്തുള്ള ഡിക്കാത്തിൽ വന്ന്. അപ്പോൾ അതിന് ആകെ ഇത്ര PSI ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചാർജ് അടിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഒരു PSI സെറ്റ് ചെയ്തു.
അത് സ്റ്റാർട്ടാവും. അപ്പോൾ സ്റ്റാർട്ടാവും. എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ ഒരു ഇത്. ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ അവസാനം കൺക്ലൂഷനായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഈ ഷൗമിയുടെ എയർ കംപ്രസറിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അതായത് നമുക്കെല്ലാവർക്കും ഒരു കാറോ ഒരു സ്കൂട്ടറോ ഒരു സൈക്കിളോ ഇടയ്ക്ക് ഫുട്ബോൾ ഉപയോഗിക്കുമല്ലോ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ഒരു എയർ അടിക്കാൻ ഒരു പമ്പ് ആവശ്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് സ്മാർട്ടായിട്ടുള്ള ഈ പോർട്ടബിൾ എയർ കംപ്രസർ യൂസ് ചെയ്തുകൂടാ? നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ കാറിനകത്തോ സ്കൂട്ടറുണ്ടെങ്കിൽ സ്കൂട്ടറിനകത്തോ ചുമ്മാ ഇടാം. പെട്ടെന്നൊരു പഞ്ചർ ആവുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് എവിടെയെങ്കിലും വരെ കൊണ്ടുപോകാൻ വേണ്ടി ജസ്റ്റ് ബേസിക് എയർ അടിച്ച് നമുക്ക് അതുപോലെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഇതിനുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തിടത്തോളം ഞാൻ ഫുട്ബോളിലും സൈക്കിളിലും കാറിനും എല്ലാത്തിനും എയർ അടിച്ച് നോക്കിയുണ്ട് യൂസ്ഫുൾ ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഇത്തിരി ഭയങ്കര കൂടുതലാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഇതിൻ്റെ കംഫർട്ടബിൾ ആണത്. പിന്നെ ഇത് ഒരു വട്ടം ഒരു ടയർ അടിച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാവുന്നുണ്ട്. പക്ഷേ അതിന് 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1-2 മിനിറ്റ്, 5 മിനിറ്റ് വേണമെന്നില്ല, അതിന് മുമ്പ് തന്നെ ആ ചൂട് പുറത്തോട്ട് പോവുകയും ചെയ്യും. ഇതിൻ്റെ ബാറ്ററി ചാർജ് വലിയ കുഴപ്പമില്ല. എന്നൊക്കെ എനിക്ക് അത്യാവശ്യം ഞാൻ എയർ അടിക്കാറുണ്ട് പെട്രോൾ പമ്പിലൊക്കെ പോയി. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്തിടത്തോളം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രോഡക്റ്റാണത്. ആരെന്നോട് ചോദിച്ചാലും ഞാൻ കണ്ണടച്ച് ഈ പ്രോഡക്റ്റ് ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.